കാലത്ത് സി മലയാളം ന്യൂസിനൊപ്പം അതിഥിയായുള്ളത് പ്രശസ്ത ഛായാഗ്രാഹകൻ നിഖിൽ എസ് പ്രവീണാണ്. നമസ്കാരം നിഖിൽ. നിഖിലിനെ പറ്റി പറയുമ്പോൾ നിഖിലിൻ്റെ സിനിമകൾ ക്യാമറാമാന്മാർക്ക് ഇപ്പോൾ DOP എന്ന് നമ്മൾ എല്ലാവരും ഷോർട്ടായിട്ട് പറയും. ഛായാഗ്രാഹകൻ അതാണ് പണ്ട് തൊട്ടേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്ക്. ക്യാമറാമാന്മാരെ പറ്റി പറയുമ്പോൾ പലപ്പോഴും അവർ ക്യാമറയ്ക്ക് പിറകിലായതുകൊണ്ട് അധികം ആൾക്കാരറിയാൻ സാധ്യതയില്ലാത്ത, എന്നാൽ താല്പര്യമുള്ള ആൾക്കാർ അറിയുകയും ചെയ്യും. എടുത്തു പറയേണ്ടുന്നത് 2017 മികച്ച ഛായാഗ്രാഹകനുള്ള ദേശീയ പുരസ്കാരം ഭയാനകം എന്ന ചിത്രത്തിലൂടെ നേടിയ ആളാണ് നിഖിൽ എസ് പ്രവീൺ. ഇപ്പോൾ ഏറ്റവും പുതുതായി വളരെ വിജയകരമായി ഓടിക്കൊണ്ടിരുന്ന വെബ് സീരീസ് നാഗേന്ദ്രൻസ് ഹണിമൂൺ, അതുപോലെ കാവൽ തുടങ്ങിയ ശ്രദ്ധേയമായ വെബ് സീരീസുകളുടെ ചലച്ചിത്രങ്ങളുടെ DOP അതാണ് നിഖിൽ എസ് പ്രവീൺ. നമസ്കാരം നിഖിൽ, ഒരിക്കൽ കൂടി. നിഖിൽ കോട്ടയത്തു നിന്നാണ്. ഇപ്പോൾ ഒരു ഓണക്കാലം ആയതുകൊണ്ട് എന്തായാലും നമുക്ക് സിനിമയിലെ ചോദ്യങ്ങളിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഇതൊരു ഓണക്കാലം എന്നുള്ള നിലയ്ക്ക് ഒരു സിനിമാറ്റോഗ്രാഫർ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലൂടെ കാണുന്നൊരു ഓണം സാധാരണക്കാരൻ കാണുന്ന പോലെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും. നിഖിലിൻ്റെ ഒരു കുട്ടിക്കാലം, അത് കഴിഞ്ഞിട്ട് കാലം പെട്ടെന്ന് മാറി. ഇപ്പോൾ നിഖിൽ പുതിയ ഓണം കാണുകയാണ്. ഒരു ക്യാമറാമാൻ്റെ കണ്ണിലൂടെ കാണുമ്പോൾ ഈ നിറങ്ങൾക്ക് വന്ന വ്യത്യാസം എന്താണ് പഴയ ഓണത്തിനും? തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ ഓണത്തിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അനുഭവം പോലുള്ള കുട്ടിക്കാലത്തെ അനുഭവം. ശരിക്കും എന്താ പറയുക, നിറങ്ങളുടെ ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. ഒരു സിനിമാറ്റോഗ്രാഫറെ സംബന്ധിച്ച് നിറങ്ങളാണ് നമുക്ക് ജീവൻ. പക്ഷേ അന്ന് കണ്ടിരുന്ന ഒരു ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ പല വീടുകളിലും പോയി, അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള പറമ്പിലൊക്കെ പോയി നമ്മൾ പൂക്കളൊക്കെ ശേഖരിക്കും, വീട്ടുമുറ്റത്ത് പൂക്കളമിടും, കുട്ടികളൊത്ത് കളിക്കും, പിന്നെ ഊഞ്ഞാല് കെട്ടുന്ന ഒരു സീസണാണ് ഓണത്തിൻ്റെ സമയത്ത്. ഊഞ്ഞാല് കെട്ടിയാടും. പിന്നെ അവധി സമയങ്ങളിൽ നമ്മൾ കൂടുതലും അവധിയോടെടുക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ വീട്ടിലും പിന്നെ അമ്മയുടെ വീട്ടിലൊക്കെ ആയിട്ടാണ് നമ്മൾ ഓണത്തിനൊക്കെ ചിലവഴിച്ചിരുന്നത്. അവിടെയൊക്കെ നമ്മൾ നമ്മുടെ സമപ്രായക്കാരോടൊപ്പം കളിച്ചും വളർന്നൊരു ഓണമായിരുന്നു പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഓണം എന്ന് പറയുമ്പോൾ ആഘോഷങ്ങളോടുപരി അതിലുപരി പക്ഷേ എന്താ പറയുക, ഒരു മത്സരങ്ങളുടെ ഒരു അധിനിവേശം ഒരു ഓണത്തിനുണ്ടായിരുന്നു. ഈ വാണിജ്യ മത്സരങ്ങൾ തീർച്ചയായിട്ടും പല പൂക്കളങ്ങൾ പോലും ഒരു മത്സര വിഭാഗമായിട്ടാണ് ഇപ്പോൾ ആൾക്കാർ കാണുന്നത്. അതെ, പൂവില്ല. കോട്ടയത്ത് പൂവുണ്ടോ? കോട്ടയത്ത് പക്ഷേ കുറച്ചൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ എങ്കിലും നമ്മളിപ്പോൾ മത്സരത്തിനൊക്കെ വാങ്ങണമെങ്കിൽ തന്നെ എന്താ പറയുക, പുറത്ത് പോയി ആ ഒരു സീസണിൽ കൊണ്ടുവരുന്ന കച്ചവടക്കാരുണ്ടാകും. അവരിൽ നിന്നൊക്കെ വാങ്ങിയിട്ടൊക്കെയാണ് ഇപ്പോഴത്തെ ജനറേഷനുള്ള കുട്ടികൾ ഓണം ആഘോഷിക്കുന്നതും. അല്ലെങ്കിൽ മത്സരങ്ങളിലെ ഒരു മത്സര സ്വഭാവമാണ് ഇപ്പോൾ ഓണത്തിനുള്ളത്. അതാണ് എൻ്റെ ഒരു പ്രധാനമായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് എനിക്ക് തോന്നുന്നു. ഈ കോട്ടയത്തൊക്കെ ഈ പറഞ്ഞ പോലെ ഇപ്പോഴും ഇഷ്ടംപോലെ കൈത്തോടും കായലും അതിനോട് ചേർന്നുള്ള ജീവിതങ്ങളും അവിടെയൊക്കെ ഈ പറഞ്ഞതുപോലെ പൂക്കളും ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത് നിന്നുകൊണ്ട് ഈ മലരിക്കലെ ആമ്പൽ അതും ഒരു ഇപ്പോൾ ഒരു കച്ചവട സാധ്യതയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. കാരണം അതിപ്പോൾ ഒരു ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം സീസണിൽ അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ആമ്പൽ എന്ന് പറയുന്നത് കർഷകരെ സംബന്ധിച്ച് അത് അവർക്കൊരു നാശമാണ് കർഷകരെ സംബന്ധിച്ച്. പക്ഷേ വിനോദത്തിന് വേണ്ടിയിട്ട് അവരിപ്പോൾ അത് അവരുടെ ഒരു ജീവിതോപാധിയായിട്ട് ആമ്പൽ വസന്തം എന്നൊക്കെ പറയുന്ന പോലെ അതൊരു വിനോദത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിലും പൂക്കളങ്ങളൊക്കെ ഉണ്ട്. തൊടിയിലും അല്ലെങ്കിൽ തോടിന് തീരത്തുള്ള തുമ്പപ്പൂവും, അല്ലെങ്കിൽ എന്താ പറയുക, ഗജരാജ കിരീടം എന്നൊക്കെ പറയുന്ന പോലത്തുള്ള പൂക്കളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ആരും പറിച്ച് പൂക്കളമിടാനുള്ളൊരു തികയും തോന്നില്ലല്ലേ നമുക്ക് പരിസരത്ത് നിന്ന് ഇപ്പോൾ കിട്ടുന്ന പൂവെല്ലാം കൂടെ. അതെ, ഒരു കൊച്ചു പൂക്കളമിടാൻ പോലും ചിലപ്പം. അതെ. പക്ഷേ സാധാരണ പൂക്കളം എന്ന് പറയുമ്പോൾ ആദ്യം ഒരു ദിവസം ഒരു വൃത്തം ഇടും. അത് കഴിഞ്ഞിട്ട് 10 ദിവസം കൊണ്ടാണ് ശരിക്കും പറഞ്ഞ ഒരു പൂക്കളം 10 വട്ടങ്ങളായിട്ടാണ് ഇടുന്നത്. പക്ഷേ അങ്ങനെയല്ല, പൂക്കളത്തിൻ്റെ ഡിസൈൻ വന്ന് പൂക്കളത്തിൻ്റെ ശൈലി മാറി, പൂക്കൾ ശേഖരിക്കുന്ന ശൈലി മാറി, പലതും മാറ്റങ്ങളാണ്. അല്ല, ഈ മാറ്റങ്ങളോട് നമ്മളെല്ലാവരും ഒരുപക്ഷെ പൊരുത്തപ്പെട്ടു എന്ന് തോന്നുന്നല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഓണം അങ്ങനെയാണെന്ന് നമ്മൾ തന്നെ വിശ്വസിച്ചു തുടങ്ങി. അതെ. സദ്യ വരെ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കുന്ന ഒരു സ്വഭാവമായിട്ട് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ സദ്യ നമ്മൾ ഉണ്ടാക്കുന്നില്ല. അതെ. പണ്ടുള്ളൊരു അനുഭവമല്ല ഇപ്പം. പണ്ടുള്ളതെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ അനിയനും അച്ഛൻ്റെ ജ്യേഷ്ഠനും എല്ലാവരും കുടുംബക്കാരെല്ലാവരും വീട്ടിലേക്ക് വരും. അവിടെ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള അവരുടെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സദ്യ ഉണ്ടാക്കുന്നതിലേക്കായിരിക്കും അവർ കൂടുതലും. പായസം വെക്കുക, ഉപ്പേരി അരിയുക, അത്തരം കാര്യങ്ങളൊക്കെയാണ് പണ്ട് എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന അനുഭവങ്ങൾ. അതൊക്കെയാണ്. പക്ഷേ ഇപ്പം എന്ന് പറയുമ്പോൾ എല്ലാം റെഡിമെയ്ഡാണ്. സദ്യ വരെ, ഇല വരെ റെഡിമെയ്ഡായിട്ട് നമുക്ക് കിട്ടുന്നൊരു അവസ്ഥയാണ്.
5-6 വാഴയൊക്കെ പരിസരത്തുണ്ടെങ്കിൽ എല്ലെങ്കിലും വെട്ടി കഴിയുകയല്ലേ. അതെ അതെ. നമുക്ക് സിനിമയിലേക്ക് വരാം. അതെ ഈ പറഞ്ഞ പോലെ ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഏത് ആഘോഷങ്ങളാണെങ്കിലും പ്രൊഫഷണലുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും സിനിമ പോലൊരു മേഖലയിലെ ആൾക്കാർ അതൊന്നും നോക്കാതെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം ഒടുവിൽ വന്നിട്ട് നാഗേന്ദ്രൻസ് ഹണിമൂണാണ് ഒടുവിൽ റിലീസായ വെബ് സീരീസ്. എങ്ങനെ ഉണ്ടായിരുന്നു നാഗേന്ദ്രൻസിൻ്റെ? അതും നിതിൻ രഞ്ജി പണിക്കരാണ് സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ കാവൽ എന്ന സിനിമയുടെ ഛായാഗ്രഹണവും നിഖിൽ തന്നെയാണ് ചെയ്തത്. എങ്ങനെയാണ് അതിലേക്കൊക്കെ വന്നത്? ശരിക്കും പറഞ്ഞാൽ നിധിനുമായിട്ടുള്ളൊരു പരിചയം എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ആദ്യ സിനിമയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് പറഞ്ഞു പോകേണ്ടി വരും. അതിലേക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയോ? ശരിക്കും പറഞ്ഞാൽ നിധിനെ പരിചയപ്പെടുന്നത് ഭയാനകത്തിൻ്റെ ഒരു സ്ക്രീനിങ് ഗോവൻ ഫിലിം ഫെസ്റ്റിവലിൽ വെച്ച് നടത്തിയിരുന്നു. അപ്പോൾ നിധിനവിടെ പങ്കെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഫെസ്റ്റിവലിൽ. അങ്ങനെയാണ് നിധിനെ പരിചയപ്പെടുന്നത്. നിധിനെ പരിചയപ്പെട്ട് അപ്പോൾ രഞ്ജേട്ടനായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ട് ഓൾറെഡി. അങ്ങനെ നിധിനെ പരിചയപ്പെട്ട് അപ്പോൾ നിധിൻ പറഞ്ഞു ഒരു പരിപാടി ഉടനെ നമുക്ക് ഒന്നിച്ച് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ കാവലിലേക്ക് എത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ കാവലായിരുന്നില്ല നിധിനോടൊപ്പം ചെയ്യേണ്ടിരുന്ന സിനിമ. പക്ഷേ സുരേഷ് ഗോപിയുടെ ഒരു ഡേറ്റിൻ്റെ ഡേറ്റ് നേരത്തെ കയറി വന്നുകൊണ്ട് കാവൽ അങ്ങനെ പ്രോജക്റ്റ് ആയതാണ് കാവൽ. ശരിക്കും അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞിട്ട് നാഗേന്ദ്രൻസിലേക്ക് വന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭയങ്കര കംഫർട്ടായിരുന്നു. ഒരു ഡയറക്ടർ എന്നതിലുപരി നല്ലൊരു സുഹൃത്തുക്കൾ പോലെയാണ് നമ്മൾ പെരുമാറിയിരുന്നത്. ആ ഒരു അനുഭവം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിധിന് എന്താണോ ഉചിതം തോന്നുന്നത് എനിക്ക് ഒരുപക്ഷെ ഒരു 90% പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ തർക്കങ്ങളുണ്ടാവും ക്യാമറമാനും ഡയറക്ടർ? തീർച്ചയായിട്ടും തർക്കങ്ങളുണ്ടാവും. നല്ല ഏതൊക്കെ കോണ്ടെക്സ്റ്റിലാണ് ഇങ്ങനെയുള്ള നല്ല തർക്കങ്ങൾ വരുന്നത്? ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ പൊതുവേ ഒരു പ്രീ പ്രൊഡക്ഷനിലൊരു പ്ലാനിങ് ഉണ്ടാവും. പക്ഷേ ലൊക്കേഷനിൽ ചെല്ലുമ്പോഴത്തേനും നമ്മുടെ അവിടുത്തെ അവൈലബിലിറ്റി വെച്ച് നമുക്കത് ബീറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. അവിടെ ചിലപ്പോൾ തർക്കങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ സാഹചര്യത്തിൻ്റെ ഒരു സമ്മർദ്ദം മൂലം അത് പരിഹരിച്ചു പോകാറുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു ഷോട്ട് ഇപ്പോൾ മേളിൽ നിന്നൊരു ഷോട്ട് വേണം എന്ന് സംവിധായകന് താല്പര്യമുണ്ട്. അപ്പം ക്യാമറാമാൻ നോക്കുമ്പോൾ ഇല്ല, ഇത് മേളിൽ നിന്നുള്ള ഷൂട്ടിന് ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ ഉള്ള തർക്കങ്ങൾ വരുന്ന സമയത്ത് അത് വളരെ വളരെ ബാലിശമായൊരു ചോദ്യം പോലെ തോന്നാം. അല്ല, അത് സംഭവിക്കാറുള്ളതാണ്. ബാലിശമായ ചോദ്യമല്ല, അത് പലരുടെയും അനുഭവങ്ങളിൽ സംഭവിക്കാറുള്ളതാണ്. പക്ഷെ അത്തരം തർക്കങ്ങളൊന്നും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ ഷോട്ടുകളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ മനസ്സിൽ ഓൾറെഡി പ്ലാനുണ്ട്. ഒരു സീൻ തുടങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അത് ആ ദിവസത്തെ ചാർട്ടിൽ തന്നെ നമ്മൾ ഓൾറെഡി എന്താണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ പിന്നെ ആ സിനിമയുടെ പാറ്റേൺ എല്ലാം കൂടെ മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ആ ഷോട്ട് കൊറിയോഗ്രാഫി ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിനനുസരിച്ച് ലൈറ്റപ്പ് എല്ലാം നമ്മൾ അതുപോലെ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. റഫറൻസുകളൊക്കെ നേരത്തെ എടുക്കും നമ്മൾ. അതിനനുസരിച്ചാണ് വർക്ക് ചെയ്ത് തുടങ്ങുന്നത് തന്നെ. പക്ഷെ അത്തരം ഷോട്ടുകളുടെ ഒരു തർക്കങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. ഈ നമ്മുടെ ഒരു കാഴ്ച വളരെ പ്രധാനമാണ്. അതെ, ഈ പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം കേട്ടാണ് ജഡ്ജ് ചെയ്യുന്നത്. അതെ, ഒരു ക്യാമറാമാൻ കണ്ടാണ് ജഡ്ജ് ചെയ്യുന്നത്. അതിനകത്ത് ലൈറ്റ്, നമ്മുടെ നാച്ചുറലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ തൊടി, പറമ്പ് അടക്കം, മണ്ണ്, ഇതിൻ്റെയൊക്കെ നിറങ്ങൾ എല്ലാം അതിനകത്തൊരു ഘടകമാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ജയരാജിലേക്ക് നിഖിൽ എത്തിയത് ഒരു ഡോക്യുമെൻ്ററി വഴിയാണ് എന്ന്. ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകും മുമ്പും, എങ്കിലും അതൊന്ന് പറയാം. തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞാൽ ജയരാജ് സാറിലേക്ക് എത്തുന്നത് എൻ്റെ ചേട്ടൻ സംവിധാനം ചെയ്തൊരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ്. അത് ദീപം എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം. അത് ഓൾ ഇന്ത്യ ലെവലിൽ അറിയപ്പെട്ട ഒരു ഷോർട്ട് ഫിലിമായിരുന്നു. അത് നമ്മുടെ സംവിധായകൻ ശ്രീ പ്രദീപ് നായർ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ ഒരവസരം തന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ സിനിമ എന്ന് പറയാം. അതൊരു ആന്തോളജി സിനിമയായിരുന്നു, ക്രോസ് റോഡ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. അതിലെ 10 സിനിമകളിലെ ഒരു സിനിമ സംവിധാനം ചെയ്തത് പ്രദീപ് നായരായിരുന്നു. അതിൻ്റെ കഥ എഴുതിയിരുന്നത് ജയരാജ് സാർ. അങ്ങനെയാണ് ജയരാജ് സാറുമായിട്ടുള്ള പരിചയം ആദ്യം ഉണ്ടാകുന്നത്. പിന്നീട് ആ സിനിമ കഴിഞ്ഞതിന് ശേഷം ജയരാജ് സാറിൻ്റെ തന്നെ ഒരു ഷോർട്ട് ഫിലിം, റീബർത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം, അത് ശരിക്കും അത് ഡോക്യുമെൻ്ററി, റീബർത്ത് ഡോക്യുമെൻ്ററി ആയിരുന്നു. പ്രകൃതി എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം, അത് കുട്ടനാട്ടിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഷോർട്ട് ഫിലിമായിരുന്നു. അത് ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ റീബർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി ചെയ്തു. അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാനും ജയരാജ് സാറും തമ്മിൽ ഒരു ബന്ധം ഊട്ടിയുറപ്പിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഡോക്യുമെൻ്ററി ശരിക്കും പറഞ്ഞാൽ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള പിള്ളേരെ കുറിച്ചുള്ളൊരു ഡോക്യുമെൻ്ററിയാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ എനിക്ക് വേണ്ടി തരുന്നത്. അതിനു മുമ്പ് വിവാഹങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിരുന്ന ഒരു സാധാരണ വിവാഹ ഫോട്ടോഗ്രാഫറായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ടുള്ളൊരു മാറ്റം ഈ പറഞ്ഞു രണ്ട് കണ്ണാണ്. അപ്പോൾ സിനിമയെ കാണുമ്പോൾ സിനിമയുടെ കണ്ണുകൊണ്ട് കാണേണ്ടി വരും, കല്യാണം കാണുമ്പോൾ
ആ കണ്ണുകൊണ്ടും കാണേണ്ടി വരും അല്ലേ? കല്യാണത്തിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടാകും, താലികെട്ട് കൃത്യമായിട്ട് വേണം. ഇത് രണ്ടും തമ്മിൽ ഒരു അവിടുന്ന് ഇങ്ങോട്ടുള്ളൊരു മാറ്റം എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് കല്യാണം ചെയ്തുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് പോസിറ്റീവായിട്ട് എനിക്ക് സിനിമയിൽ വന്നപ്പോൾ ലഭിച്ചിട്ടുള്ളൂ. കാരണം കല്യാണം എന്ന് പറയുന്നത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത മൊമെൻറ്റ്സാണ് നമുക്ക് നമ്മുടെ മുന്നിൽ സംഭവിക്കുന്നത്. അത് ക്യാപ്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിലേറെ റിസ്ക്കാണ്. ഒരു എന്താ പറയുക, ഓരോ ദിവസവും ഒരു പുതിയ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഓരോ എക്സ്പീരിയൻസാണ്. നമുക്ക് അവിടെ എങ്ങനെ ക്രിയേറ്റീവായിട്ട് ചെയ്യാം, അവിടെ ഏത് രീതിയിൽ നമുക്ക് ലൈറ്റപ്പ് ചെയ്താൽ നമുക്ക് മാക്സിമം നല്ല വിഷ്വൽസ് ഉണ്ടാക്കാം. ഞാൻ ലൈറ്റപ്പിൻ്റെ പല എന്താ പറയുക ഒരു പരീക്ഷണങ്ങൾ ചെയ്യാൻ പറ്റിയൊരു ഒരു മേഖലയായിരുന്നു കല്യാണം. അതൊരു പക്ഷേ എനിക്ക് പോസിറ്റീവായിട്ട് സിനിമയിലേക്ക് വന്നപ്പോൾ അത്തരം സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ളൊരു ഒരു ഈസിനെസ് കിട്ടിയിട്ടുണ്ട് കല്യാണം ചെയ്തത്. ഈ ജയരാജൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള മുൻ ഛായാഗ്രാഹകർ എനിക്ക് തോന്നുന്നു MJ രാധാകൃഷ്ണൻ സാറാണ്. ഈ പറഞ്ഞ ലൈറ്റ്, മുറിക്കകത്തെ ലൈറ്റ് വേണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുള്ള ഓടങ്ങളൊക്കെ മതി, ഞാൻ ഇത് വെച്ച് ഷൂട്ട് ചെയ്തോളാം. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ ലൈറ്റിനെ കൃത്യമായി സ്ക്രീനിലേക്ക് സോഴ്സ് ചെയ്യുന്ന തരത്തിൽ അതായിരുന്നു MJ രാധാകൃഷ്ണൻ്റെ ഛായാഗ്രഹണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് നിഖിലിൻ്റെ ലൈറ്റിനെ പറ്റിയുള്ളൊരു കൺസെപ്റ്റ്? എൻ്റെയും കോൺസെപ്റ്റ് അത് തന്നെയാണ്. നാച്ചുറൽ ലൈറ്റിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളൊരു ആ ഒരു പാറ്റേണിലാണ് ഞാൻ കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത്. മിക്ക സിനിമകളും ആ ഒരു പാറ്റേണിൽ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതൊരു പക്ഷേ എന്താ പറയുക, നമുക്ക് ഈ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള നമ്മുടെ വിഷ്വൽ അനുഭവങ്ങളൊക്കെ തന്നെയായിരിക്കാം നമ്മുടെ ഗ്രാമത്തിൻ്റെ അന്തരീക്ഷവും അല്ലെങ്കിൽ പല സുപ്രഭാതങ്ങളും പല സായാഹ്നങ്ങളും ഒക്കെ നമുക്ക് എന്താ പറയുക ഒരു പെയിൻറ്റിങ് പോലെയാണ് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത്. അത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. നാച്ചുറൽ ലൈറ്റിനെ എങ്ങനെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ സിനിമയിൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത്. പഠിപ്പിക്കുന്നുമുണ്ട്. ഉണ്ട്. പുതുതായിട്ട് ഛായാഗ്രഹണ രംഗത്തേക്ക് വരുന്ന ആൾക്കാരുടെ ഒരു താല്പര്യം, കുട്ടികളെ ഇത് പഠിപ്പിക്കുകയും കൂടെ ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക്, ക്യാമറ അധ്യാപകൻ എന്നും കൂടെ എന്നുള്ള നിലയ്ക്ക് ഒരു കാഴ്ചപ്പാടിനെ എങ്ങനെയാണ് കാണുന്നത്? പുതിയ തലമുറയുടെ ഒരു എന്താ പറയുക അപ്രോച്ച് എന്ന് പറയുന്നത് എങ്ങനെ എളുപ്പത്തിൽ കാര്യം നേടിയെടുക്കാം എന്നുള്ള രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ പുതിയ തലമുറയുടെ ഒരു അഭിനിവേശമാണ്. അവർ ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ ക്യാപ്സ്യൂൾ പരുവത്തിൽ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പലരും അതിനെ അപ്രോച്ച് ചെയ്യുന്നത് സിനിമാറ്റോഗ്രാഫി. ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നതിന് ഒരു ക്രാഷ് കോഴ്സാണ്. അതായത് ഒരു 10 ക്ലാസ്സിൽ എങ്ങനെ സിനിമാറ്റോഗ്രാഫി പഠിപ്പിക്കുക എന്നുള്ളൊരു ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. അതെ, പ്രസാദ് കളർ ലാബിൽ. അവിടെ 10 ദിവസത്തെ ക്ലാസ്സാണ് ഞാൻ എടുക്കുന്നത്. പക്ഷേ ഈ 10 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു മേഖലയല്ല ശരിക്കും പറഞ്ഞാൽ സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. നമ്മുടെ ഓരോ എക്സ്പീരിയൻസും നമുക്ക് ഓരോ അനുഭവങ്ങളും നമ്മുടെ പാഠങ്ങളാണ്. അങ്ങനെ നമുക്ക് സിനിമാറ്റോഗ്രാഫി പഠിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ തിയറി പക്ഷേ നമുക്ക് ഈ 10 ക്ലാസ് കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും, ബേസിക് ആയിട്ടുള്ള തിയറി. അതിനപ്പുറം ഓരോ അനുഭവങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമാറ്റോഗ്രാഫർ ആക്കുന്നതെന്ന് വേണം പറയാം. ചെയ്തുള്ള തഴക്കത്തിന് ഒന്ന് ഈ പറഞ്ഞതുപോലെ ആരെങ്കിലുമൊക്കെ അവസരം കൊടുക്കണം എന്നുണ്ട്. അതെ. അപ്പം ഒരു ഛായാഗ്രാഹകനായി ഒരു സിനിമാറ്റോഗ്രാഫറായി മാറാനെടുക്കുന്ന ഒരു സമയം, അതിനുവേണ്ടിയുള്ളൊരു കാത്തിരിപ്പ് തലമുറ അതിന് തയ്യാറല്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? സത്യമായിട്ട്. കാരണം പഠിച്ചിറങ്ങിയ എങ്ങനെ അടുത്ത സിനിമ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പം എല്ലാവരും നിൽക്കുന്നത്. അത്ര വേഗം നടക്കുന്ന ഒന്നാണോ അത്? ഒരിക്കലല്ല. ഒരു സിനിമ എന്ന് പറയുന്ന എന്താ പറയുക, പണ്ടത്തെ ഉദാഹരണങ്ങൾ എടുത്താൽ നമ്മൾ പണ്ട് ഫിലിമിലൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉള്ളൊരു അച്ചടക്കമൊക്കെ ഉണ്ടാകും. പക്ഷേ ഇപ്പം ഡിജിറ്റലിലേക്ക് മാറിയപ്പോൾ ആ അച്ചടക്കം പാടെ ഇല്ലാതായി എന്ന് വേണം എങ്കിൽ പറയാം. പണ്ട് സ്റ്റാർട്ട് ക്യാമറ പറഞ്ഞ് റോളിങ് പറഞ്ഞ് ആക്ഷൻ പറയുമ്പോൾ ഈവൻ അവിടുത്തെ സെറ്റ് അസിസ്റ്റൻസോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ബോയ് വരെ അനങ്ങാതെ നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനല്ല. ഇപ്പം എന്താ പറയുക ഒരു അച്ചടക്കമില്ലാത്തൊരു സെറ്റാണ് ഞാൻ എൻ്റെ പല അനുഭവങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അച്ചടക്കമില്ല എന്ന് പറയുമ്പോൾ അതിനെ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കേട്ടാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. അതായത് ഇപ്പം ചീഫ് ക്യാമറാമാൻ നിഖിൽ ലീഡ് ചെയ്യുന്നു. നിഖിലിൻ്റെ ഗ്രൂപ്പിൽ അസിസ്റ്റൻറ്റ് ക്യാമറാമാൻ ഉണ്ടായിരിക്കും, പലരുണ്ടാവുമായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷനെ കൃത്യമായ ധാരണയോടെ അത്രയും ഡെഡിക്കേഷനോടെ ഉൾക്കൊള്ളാൻ ഈ തലമുറയിലുള്ള പലരും തയ്യാറാകുന്നില്ല എന്നാണോ? ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ തന്നെയാണ്. വിരലെണ്ണാവുന്ന കുട്ടികൾ മാത്രമേ നമ്മളോട് അങ്ങനെ നിന്നിട്ടുള്ളൂ. കാരണം എൻ്റെ പല സിനിമകളിലെയും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ മാത്രം സ്ഥിരമാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ. ബാക്കി അസിസ്റ്റൻസ് എല്ലാവരും
പുതിയ ആൾക്കാരാണ്. ഞാൻ എല്ലാ സിനിമകളിലും അങ്ങനെ മാറി മാറി പരീക്ഷിക്കുന്നതാണ്. കാരണം ഓരോരുത്തർക്കും അവസരം ചോദിച്ചു വരുന്നവർക്ക് അവസരം കൊടുക്കണം എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് ഞാൻ എല്ലാവരെയും മാറ്റി മാറ്റി പരീക്ഷിക്കുന്നത്. പക്ഷേ അവരുടെയൊക്കെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയിൽ അസിസ്റ്റ് ചെയ്താൽ അടുത്ത സിനിമയിൽ നമുക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്യാം എന്നുള്ളൊരു മനോഭാവമാണ് എല്ലാവർക്കും. പക്ഷേ അതിലുപരി അവരൊരു പഠനം എടുക്കാനുള്ളൊരു എന്താ പറയുക ഒരു ആ ഒരു സീരിയസ്നെസ് അവർ കൊടുക്കാറില്ല പൊതുവെ. ദേശീയപാട്ട് നേടിയ ഭയാനകത്തെപ്പറ്റി സംസാരിക്കാം. നമ്മൾ പറഞ്ഞതുപോലെ ജയരാജാണ് സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ നവരസങ്ങളിൽ വരുന്ന ഒന്നാണ്. ആ ഭയാനകത്തിലേക്ക് അതിലേക്ക് വന്നത്, അതിൻ്റെ ഷൂട്ട്, അതിൻ്റെ അനുഭവങ്ങളൊക്കെ ഒന്ന് കേട്ടാക്കുള്ളതാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെ സെറ്റ് ചെയ്തു? ഇത്തിരി നീളത്തിലായിക്കോട്ടെ. തീർച്ചയായിട്ടും ഭയാനകത്തിലേക്ക് എത്തുന്നത് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്ററി ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചൊരു സിനിമ ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഇങ്ങനെ തന്നെ ചോദിച്ചു, സിനിമയിൽ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാൻ താല്പര്യമുണ്ട്, സാർ അവസരം തരുവാണെങ്കിൽ ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം, ഞാൻ അതിലൊരു സ്ക്രിപ്റ്റ് തരാം, നീ ഒന്ന് വായിച്ചു നോക്കും, എന്നിട്ട് എന്താണ് അഭിപ്രായം എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ സ്ക്രിപ്റ്റ് വന്നു. പ്രശസ്തമായ തകഴിച്ചേട്ടൻ്റെ കയറിലെ 2 ചാപ്റ്റർ അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ്. അത് വായിച്ച് പൂർത്തീകരിച്ചിട്ട് സാറിനെ ഞാൻ വിളിച്ചു. അപ്പോൾ പറഞ്ഞു, സാർ എനിക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഇത്രയും നല്ലൊരു പ്രോജക്റ്റ് എൻ്റെ ലൈഫിൽ ഇനി കിട്ടണമെന്നില്ല. ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ച് എനിക്കത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒക്കെ നമുക്കെന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പുറകെ നടന്നോട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ സാർ വന്നാൽ പറഞ്ഞാൽ നമുക്ക് കുമരകം വരെ ഒന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുമരകത്തേക്ക് പോയി ലൊക്കേഷൻസ് എല്ലാം നോക്കി. ഓൾമോസ്റ്റ് നമ്മൾ അപ്പോൾ സിനിമയെക്കുറിച്ചുള്ള ഏകദേശം ഒരു ഐഡിയ സാറിൻ തന്നിട്ടുണ്ടായിരുന്നു. കാരണം സിംഗ് സൗണ്ടാണ് സിനിമ. അപ്പോൾ ഈ പറഞ്ഞ പോലെ പരിമിതികളേ ഉള്ളൂ സിനിമയിൽ, ലൈറ്റില്ല. പിന്നെ സിംഗ് സൗണ്ട് ആയതുകൊണ്ട് നമുക്ക് കുറേ അധികം എന്താ പറയുക മുൻകരുതലുകൾ എടുക്കുന്നുണ്ട്. കാരണം ഈ ബോട്ടിൻ്റെ ശബ്ദം വരരുത്, പിന്നെ കുറേ അധികം ഉള്ളിലേക്ക് നമ്മൾ ലൊക്കേഷൻ ചൂസ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ കുട്ടനാടിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് കുറേ യാത്ര ചെയ്തു. നമ്മൾ ഏകദേശം ലൊക്കേഷൻസ് എല്ലാം നമുക്ക് വേണ്ട രീതിയിലുള്ള ലൊക്കേഷൻസ് എല്ലാം നമ്മൾ ഫിക്സ് ചെയ്തു. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഭയാനകം ചർച്ച ചെയ്യുന്നത് 1-ാം ലോകമഹായുദ്ധത്തിന് ശേഷവും 2-ാം ലോകമഹായുദ്ധത്തിന് മുന്നേയും ഉള്ള ഒരു കുട്ടനാട്ടിലെ ഒരവസ്ഥയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം പീരീഡ് അതിനകത്ത് ഭയങ്കര ഒരു പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പം അത്തരം ലൊക്കേഷൻസാണ്. കാരണം ഒരു ലൈൻ കമ്പികളില്ലാത്ത അല്ലെങ്കിൽ അത്തരം ഒരു ഇൻ്റർഫിയറൻസ് ഇല്ലാത്ത ലൊക്കേഷൻസ് നമുക്ക് കണ്ടെത്തണമുണ്ട്. അപ്പോൾ എവിടെ ക്യാമറ വെച്ചാലും ലൈൻ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും. പക്ഷേ കുട്ടനാടിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. കാരണം കുറേ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേനും ആ ഒരു ലൈൻ കമ്പിയുടെ അതിപ്രസരം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ലൊക്കേഷൻസൊക്കെ നമ്മൾ ഫൈനൽ ചെയ്തു. ഒരു വീട് സെറ്റ് ഇടാനുള്ള ഒരു ലൊക്കേഷൻ കണ്ടു. ആർട്ട് ഡയറക്ടറോട് വീടിൻ്റെ അളവൊക്കെ പറഞ്ഞ് അവരുടെ വീട് പണി തുടങ്ങി. പിന്നെ നമ്മൾ ഇതിൻ്റെ റെഫറൻസുകളാണ് സാർ കൂടുതലും തന്നിരുന്നത്. കാരണം കോസ്റ്റ്യൂം എങ്ങനെ ആയിരിക്കും, പിന്നെ മേക്കപ്പിൻ്റെ രീതി, പീരീഡ് ആകുന്നതുകൊണ്ട് അന്നത്തെ ആളുകളുടെ ഒരു സ്വഭാവം തോന്നുന്ന രീതിയിലുള്ള മേക്കപ്പായിരുന്നു. പിന്നെ അവിടുന്ന് തന്നെ കുറച്ച് ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്തു സിനിമയിലേക്ക് വേണ്ടി. അങ്ങനെയുള്ളൊരു വർക്കിംഗ് പാറ്റേൺ ആയിരുന്നു ഭയാനത്തിൻ്റെ തുടക്കത്തിൽ. പിന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു നമുക്കിത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്യാം. അപ്പം പൊതുവേ എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിനോട് അത്ര താല്പര്യമില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ കുട്ടനാട് പോലുള്ളൊരു ലൊക്കേഷൻ വിഷ്വൽ ബ്യൂട്ടി ഉള്ളൊരു സ്ഥലമാണ്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് പോകുമ്പം എന്തുകൊണ്ടോ എൻ്റെ മനസ്സിലൊരു നെഗറ്റീവ് അടിച്ച് ആദ്യം തന്നെ. അപ്പം ഞാൻ സാറിനോട് സാർ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്യണോ എന്ന് ചോദിച്ചു. നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സെപ്പറേറ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്ററും സെപ്പറേറ്റ് ഞാൻ സെറ്റ് ചെയ്തിരുന്നു എനിക്ക് എൻ്റെ റെഫറൻസിന് വേണ്ടിയിട്ട്. കാരണം നമ്മൾ ലൈറ്റപ്പ് ചെയ്യുമ്പോഴത്തേനും ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ സബ്ജക്റ്റും ഫോർഗ്രൗണ്ടും ഡെപ്ത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ളൊരു മോണിറ്റർ നമ്മൾ സെറ്റ് ചെയ്തു. അങ്ങനെ ഷൂട്ട് തുടങ്ങി. ഇതുപോലെയാണ്, നമുക്ക് ലൈറ്റില്ല, നമ്മൾ ഉള്ള മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലും പിന്നെ ചെറിയ ചെറിയ LED ലൈറ്റ്സിലൊക്കെയാണ് നമ്മൾ ഭയാനകം ഷൂട്ട് ചെയ്തത്. എല്ലാ ദിവസവും രാവിലെ ഏകദേശം 5 മണിക്ക് നമ്മൾ ഫസ്റ്റ് ഷോട്ട് കൊടുക്കും. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക്. കുട്ടനാടിനെ സംബന്ധിച്ച് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഓരോ പ്രഭാതവും ശരിക്കും പറഞ്ഞാൽ ഓരോ പെയിൻറ്റിങ് പോലെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത്.
ഓരോ പ്രഭാതങ്ങളും. ആ എല്ലാ സൂര്യോദയം ഞാൻ ഷൂട്ട് ചെയ്ത ആദ്യം ദിവസം മുതൽ അവസാന ദിവസം വരെ എല്ലാ സൂര്യോദയം ഞാൻ ഷൂട്ട് ചെയ്തു. അത് മുഴുവൻ ഉപയോഗിച്ചിട്ടില്ല സിനിമയിൽ, പക്ഷേ വേണ്ട ഷോട്ട്സുകൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അങ്ങനെ വിഷ്വലി എക്സ്പീരിയൻസ് ചെയ്ത ഒരു സിനിമയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഭയാനകം. പല പല പരീക്ഷണങ്ങൾ നടത്താനുള്ളൊരു അവസരം സാറ് തന്നിട്ടുണ്ട്. വിഷ്വലിൽ യാതൊരു രീതിയിലുള്ള ഇടപെടലും വരുത്താത്തൊരു സംവിധായകനായിരുന്നു ജയരാജ് സാർ. നമ്മുടെ വിഷ്വൽ എന്താണ്, നമുക്ക് എത്രമാത്രം ഫ്രീഡം എടുക്കാവോ അതിനുള്ളൊരു അവസരം സാറ് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത്തരത്തിലുള്ളൊരു വിഷ്വൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു റാപ്പോ നിങ്ങൾ തമ്മിലുണ്ടായി കേട്ടില്ല, നിങ്ങൾ തമ്മിലൊരു റാപ്പോ ഉണ്ടായി എന്നുള്ളത് ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു അടുപ്പം ഉണ്ടായി എന്നുള്ളത്, ഒരാൾ ചിന്തിക്കുന്നത് മറ്റേയാൾക്ക് മനസ്സിലാകുന്ന. ശരിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഞാനും സാറും തമ്മിലുണ്ടായിട്ടുണ്ട്. എന്താ പറയുക, ഒരു കെമിസ്ട്രി വർക്കൗട്ട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അദ്ദേഹം ഓരോ സീൻ നമ്മളോട് പറയുമ്പോൾ നമ്മളോട് ചോദിക്കണം, നമുക്കിത് എങ്ങനെ ചെയ്യാം, നമുക്കിതൊരു സിംഗിൾ ഷോട്ടിലെടുത്താലോ എന്നൊക്കെ ആലോചിക്കും. അപ്പം നമ്മുടെ പരിമിതികൾ വെച്ചുകൊണ്ട് നമ്മുടെ സാഹചര്യം നമ്മൾ സാറിനോട് പറയും, അപ്പോൾ അങ്ങനെയാണ്, അപ്പം എന്നാൽ വേണ്ട നമുക്ക് അത് ഓരോ ഷോട്ടായിട്ട് പ്ലാൻ ചെയ്യാം. സിംഗിൾ ഷോട്ട് എടുത്തിട്ടുണ്ട് അതിനകത്ത് സീനിനകത്ത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ സാറ് നല്ല ഈസി ആയിട്ട് നമ്മളോടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സാറ് പറഞ്ഞാൽ ഒരു ടെക്നീഷ്യനെ എത്രമാത്രം ഉപയോഗിക്കാമോ അത്രമാത്രം എന്താ പറയുക ഊറ്റിയെടുക്കുന്നൊരു സംവിധായകനാണ് ജയരാജ് സാർ. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ മാക്സിമം നമുക്ക് നമ്മുടെ കഴിവ് മാക്സിമം പരീക്ഷിക്കാനും പറ്റുന്ന ഒരു സംവിധായകനാണ് ശ്രീധരൻ. അത്രമേൽ എക്സ്പീരിയൻസ് ഉള്ളൊരു ഡയറക്ടർക്കൊപ്പം ഒരു തുടക്കം കിട്ടി എന്നുള്ളത് മഹാഭാഗ്യമാണ്. അതിൻ്റെ ഭാഗ്യം എന്നുള്ളതിനപ്പുറത്ത് ആ എക്സ്പീരിയൻസിൽ നിന്ന് തീർച്ചയായിട്ടും നമ്മുടെ ക്യാമറ കാഴ്ചപ്പാടിനെ രൂപപ്പെടുത്താനൂടെ പറ്റിയതൊരു ഗുണം തീർച്ചയായും അത് പിന്നീടുള്ള സിനിമകളിൽ ഗുണം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ആദ്യത്തെ സിനിമയാണ് ഭയാനകം. ഒരു മുഴുനീള ചിത്രം എന്ന് പറയുന്നത് ഭയാനകമാണ്. ശരിക്കും പറഞ്ഞാൽ സാറൊരു യൂണിവേഴ്സിറ്റിയാണ് ജയരാജ് സാർ. സാറിൻ്റെ അനുഭവങ്ങളും അല്ലെങ്കിൽ സാറൊരു സെറ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള രീതി വരെ നമുക്ക് അതൊരു പാഠമായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. മറ്റ് സിനിമകളിലേക്ക് പോയപ്പോഴാണെങ്കിൽ തന്നെ ഒരു സെറ്റ് ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വന്നാൽ അതെങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ള രീതിയൊക്കെ സാറിൽ നിന്നുമാണ് കുറേയൊക്കെ പഠിച്ചെടുത്തത്. അത് എന്താ പറയുക എൻ്റെ ജീവിതത്തിലെ നല്ലൊരു അനുഭവമായിരുന്നു. ഒരു സാധാരണ സിനിമ ടെക്നീഷ്യനെ പോലെയല്ല, ഒരു ക്യാമറമാനെ സംബന്ധിച്ചിടത്തോളം അയാൾ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റുമായി അയാൾക്ക് കണക്ഷൻ ഉണ്ടാവണം, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം, ആർട്ടുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. ഇങ്ങനെ ഫ്രെയിമിൽ കാണുന്ന ദൃശ്യത്തിൻ്റെ ഭംഗിയെ ബാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ വിഭാഗവുമായിട്ടും ബന്ധം ഉണ്ടാവണം. എങ്ങനെയാണ് ആ കമ്മ്യൂണിക്കേഷനൊക്കെ കൊണ്ടുപോകുന്നത് എല്ലാവരുമായിട്ടും ഒരു സെറ്റിലെത്തുമ്പോൾ? കാര്യം ഓരോരുത്തരും പുതുതായിരിക്കുമല്ലോ, പല പല സെറ്റുകളിൽ നിന്ന് പലപ്പോഴായിട്ട് വരുന്ന ആൾക്കാർ. അപ്പോൾ ഈ പറഞ്ഞ ഇവരുമായിട്ടുള്ളൊരു സെറ്റ് അവിടെ തീരുന്ന ഒന്നാണ്, ഷൂട്ട് നടക്കുന്ന സമയത്ത് തുടങ്ങി അവിടെ തീരുന്ന ഒന്നാണ്, പിന്നെ മറ്റൊരു സിനിമയാണ്. എങ്ങനെയാണ് ആ ബന്ധമൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുക? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു സിനിമ തുടങ്ങുന്നതിന് ഷൂട്ടിന് മുന്നേ തന്നെ നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നമ്മൾ ഒരു നല്ലൊരു ബന്ധം സ്ഥാപിക്കും. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാരാണ് ഈ കോസ്റ്റ്യൂം ഡിസൈനേഴ്സും അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടറും അല്ലെങ്കിൽ ആർട്ടിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട ടീംസാണ്. അപ്പം നമ്മളൊരു കളർ പാലറ്റ് ഫിക്സ് ചെയ്താൽ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കോസ്റ്റ്യൂംസ് സെലക്ട് ചെയ്യുക, ഈവൻ മേക്കപ്പ് വരെ നമ്മുടെ ടോണിലേക്ക് കൊണ്ടുവരിക. പിന്നെ ആർട്ട് ഒരു പ്രധാന ഘടകമാണ്. ഒരു ക്യാമറമാനെ സംബന്ധിച്ചൊരു എന്താ പറയുക, ഒരു ഭാര്യ ഭർത്താവിനെ പോലെ ജീവിക്കേണ്ടവരാണ് ആർട്ട് ഡയറക്ടറും ക്യാമറമാനും. ഒരു പക്ഷേ അവരുടെയൊക്കെ സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ വിഷ്വൽ നമുക്ക് എന്താ പറയുക ഒരു മിഴിവുണ്ടാക്കാൻ സാധിക്കത്തില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ തുടർന്നും നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ കൊണ്ടുപോകും. നമ്മുടെ മറ്റ് പ്രൊജക്റ്റുകളിലൊക്കെ ആണെങ്കിൽ അവരെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അവരെ സജസ്റ്റ് ചെയ്യും. നമുക്ക് എന്താ പറയുക ഈസി ആയിട്ട് വർക്ക് ചെയ്യാം. നമുക്ക് മനസ്സിൽ കാണുന്നത് നമുക്ക് ഫ്രെയിമിൽ തരിക എന്നുള്ള രീതിയിലുള്ള പ്രവർത്തകരാണെങ്കിൽ അല്ലെങ്കിൽ അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരെ നമ്മൾ മറ്റു പ്രൊജക്റ്റിലേക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യും. ഇതിലേതെങ്കിലും ഒന്നൊരു കുറവ് വന്നാലും നമ്മൾ ഫ്രെയിമിൽ നോക്കി ജഡ്ജ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതെ പലരുണ്ട്. ഇപ്പം നമ്മുടെ പല സിനിമകളിൽ നമ്മൾ ഈ ഫ്രെയിം നോക്കി ചെയ്യുന്നവരുണ്ട്. പണ്ടുള്ളവർ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർ പൊതുവെ കുറവാണ്. അപ്പം ഫ്രെയിമിൽ നോക്കിയിട്ട് എന്താണ് ഫ്രെയിമിന് നല്ലതെന്ന് നോക്കിയിട്ട് അതിൽ വേണ്ടതാണെങ്കിൽ നമ്മളോട് സജഷൻ ചോദിക്കും, സാർ അത് വെച്ചോട്ടെ അല്ലെങ്കിൽ അത് ഒഴിവാക്കട്ടെ എന്ന് ചോദിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർ പൊതുവെ കുറവാണ്. ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ ആത്മാർത്ഥതയുള്ളൊരു കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം. മൊത്തത്തിൽ ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നമുണ്ട്, നമുക്കതിലേക്ക് വരാം. ഈ ഒരു സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ
അത് വായിച്ചു നോക്കുമല്ലോ, സ്ക്രിപ്റ്റ് വായിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഓൺലൈൻ കൈ കിട്ടുമ്പോൾ വായിക്കുമായിരിക്കും, വീണ്ടും സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ടും നമുക്ക് ഓരോ സീനിലും എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളൊരു ധാരണ എത്തും. എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ്? അപ്പം അതിനൊക്കെ എത്ര സമയമെടുക്കും, ഏത് ക്യാമറ വേണ്ടി വരും, ഏത് കളർ പാറ്റേൺ വേണ്ടി വരും എന്നൊക്കെ തീരുമാനിക്കുമ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എങ്ങനെയാണ് അങ്ങനെ ഒരു പ്രോസസ്സ്? ഭയാനകം തന്നെ റെഫറൻസ് ആയിട്ട് വെച്ച് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇപ്പം ഈ ഭയാനകത്തിൻ്റെ സ്ക്രിപ്റ്റ് കിട്ടിയപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ റെഫറൻസുകൾ എടുക്കുന്നത് ആ പീരീഡാണ് നമ്മൾ റെഫറൻസ് എടുക്കുന്നത്. ഒന്നെങ്കിൽ പുതിയൊരു സ്ക്രിപ്റ്റ് ആയെങ്കിൽ തന്നെ അത് ചർച്ച ചെയ്യുന്ന കാലഘട്ടം നമ്മൾ നോക്കും. പിന്നെ നമ്മുടേതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സിനിമാറ്റോഗ്രാഫറെ ആണ് ആദ്യം സിനിമ കാണുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഓഡിയൻസ് കാണുന്നതിന് മുന്നേ അല്ലെങ്കിൽ സംവിധായകൻ കാണുന്നതിന് മുന്നേ ആദ്യം വിഷ്വൽ കാണുന്ന ക്യാമറാമാനാണ്. അപ്പം നമ്മുടെ കണ്ണിലൂടെയാണ് സിനിമ ലോകം കാണുന്നതെന്നുള്ളൊരു എന്താ പറയുക, ആ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പം നമ്മൾ ആ സീനിനെ നമുക്ക് എങ്ങനെ ഷോട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ ഷോട്ട്സിലൂടെ നമുക്ക് ആ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ ആദ്യം തന്നെ സ്ക്രിപ്റ്റ് റീഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊരു സിനിമ കാണും. നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു തോട്ടുണ്ടാവും നമ്മുടെ മനസ്സിൽ. പിന്നീട് അതിൻ്റെ ക്യാമറയൊക്കെ ഫിക്സ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം ക്യാമറ എന്ന് പറയുന്നത് വെറും ഒരു ടൂള് മാത്രമായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഏത് ക്യാമറ വേണേലും ഷൂട്ട് ചെയ്യാം. ഭയാനകം ഞാൻ ഷൂട്ട് ചെയ്ത് എൻ്റെ സ്വന്തം ക്യാമറയിൽ തന്നെ ഷൂട്ട് ചെയ്യാം. ക്യാനോൻ്റെ 1DX എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്യാമറ അല്ല ശരിക്കും പറഞ്ഞാൽ ഒരു പ്രധാന ഘടകം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ക്യാമറയുടെ ടെക്നിക്കുകളെല്ലാം സെയിം തന്നെയാണ്. നമ്മൾ ഇപ്പം അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ആ സിനിമ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ ക്യാമറയിൽ അങ്ങനെ ചൂസ് ചെയ്യാറുള്ളൂ, അത്തരം തീരുമാനങ്ങൾ എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പ്രൊഡക്ഷന് എന്താ പറയുക, മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാമറകളാണ് നമ്മൾ പൊതുവേ തിരഞ്ഞെടുക്കാറ്. നിങ്ങളുടെ പുതിയ സിനിമകളൊക്കെ വരികയാണ്. ഇനിയിപ്പോൾ തൊട്ടടുത്ത് വരാൻ പോകുന്ന സിനിമ ഏതാണ്? അടുത്ത സിനിമ ചർച്ചകൾ നടക്കുന്നുണ്ട്, പക്ഷേ ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. നല്ലൊരു ഓണക്കാലമാണ്. ഈ പറഞ്ഞതുപോലെ നമ്മൾ വർഷത്തിലൊരിക്കൽ വരുന്നൊരു ഓണം നമുക്ക് സന്തോഷമാണ്. പണ്ട് കണ്ട് മറന്നു പോകാൻ നിറങ്ങളെയൊക്കെ ഒന്നുകൂടെ സങ്കല്പിക്കാനുള്ള അവസരമാണ്. ക്യാമറയിൽ നമ്മൾ കവിതയൊക്കെ എഴുതും, പക്ഷെ ഓണമായിട്ട് തന്നെ വരണം, പൂക്കളൊക്കെ ആയിട്ട് തന്നെ വരണം. അങ്ങനെയുള്ള ഓണങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരുപാട് വലിയ വലിയ പ്രൊജക്റ്റുകളുടെ ഭാഗമാകാൻ സാധിക്കട്ടെ എന്നുകൂടി ആഗ്രഹിക്കുകയാണ്. ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ഈ ഓണക്കാലത്ത് ചെലവിട്ടതിൽ നന്ദി. താങ്ക് യു.